സമരവുമായിട്ട് സമരസമിതി മുന്നോട്ട് പോകുന്നതാണ്. അത് നിയമപരമായിട്ടും നമ്മൾ പോകും, രാഷ്ട്രീയപരമായിട്ടും പോകും, സമാധാനപരമായിട്ട് സമരത്തിലേക്ക് നമ്മൾ പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ആദ്യ പടിയെന്നുള്ള സെപ്റ്റംബർ 20 തൊട്ട് നമ്മളുടെ വ്യാപകമായ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ബാനറുകളും ആദ്യ പടി എന്ന നിലയിൽ നടപ്പാക്കും. രണ്ടാമത്തത് നിലയിൽ നിന്ന് ഹൈവേ അതോറിറ്റിയുടെ ഓഫീസുകൾ ഉപരോധിക്കാനാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ ഹൈവേ ഉപരോധനം സമരത്തിലേക്കും കടക്കും. നാലാമതായി ജനപ്രതിനിധികൾ വരുന്ന ഏത് ചടയമംഗലം നിയമമണ്ഡലം ആയിക്കോട്ടെ, അതെ പുനലൂർ ആയിക്കോട്ടെ, വർക്കല ആയിക്കോട്ടെ, ഈ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നിടത്തെല്ലാം കരിങ്കൊടി പ്രതിഷേധവും അറിയിക്കാൻ വേണ്ടി സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരത്തിലേക്ക് ഈ ജനങ്ങളെ തള്ളിവിടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മളുടെ മന്ത്രി നമുക്ക് ഇരകൾക്കൊരു നീതി ഉറപ്പാക്കി തരണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീടുകൾ നഷ്ടപ്പെടുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലൂടെ. അപ്പോൾ ആ വാർഡിലെ 37ഓളം വീടുകളാണ് പോകുന്നത്. എന്നാൽ തൊട്ടടുത്ത വാർഡുകളിലെല്ലാം വളരെ തുച്ഛമായ 10-ൽ താഴെയുള്ള വീടുകളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലും വളരെ സമാധാനക്കേടിലുമാണ്. അപ്പോൾ അവരുടെ ഈ സമാധാനമില്ലായ്മ അവരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആരെയെല്ലാം കണ്ട് ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ കാണാമെന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുകയും അതിന് കാലപ്പഴക്കം നോക്കാതെ, അതായത് NH-66 കിട്ടിയ അതേ പരിഗണന തന്നെയാണ് ഈ 744 കിട്ടുന്നത് എന്ന് MP അടക്കമുള്ള ജനപ്രതിനിധികൾ അന്ന് നമ്മളോട് പറഞ്ഞിട്ടാണ് ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് 1 വർഷം കാലതാമസം വന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അതിന് കുറേ സമരമാർഗങ്ങളൊക്കെ നമ്മൾ നടത്തി. അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഇപ്പം 1 വർഷത്തിന് ശേഷം വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചതി നമ്മൾ അറിയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 30 വർഷം മുമ്പ് വെച്ച വീടുകൾക്ക് ആ അന്നത്തെ വില കണക്കാക്കി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില കണക്കാക്കി അതിൻ്റെ വില കുറയ്ക്കുക എന്ന് പറയുമ്പോൾ, ഇനി നമ്മളത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വയ്ക്കുമ്പോൾ നമുക്കൊരു 30 വർഷം മുമ്പോട്ട് പോയി വീട് വയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണോ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ നമ്മളെ കൂടുതൽ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നായാലും മറ്റുള്ള കേന്ദ്രങ്ങളിലായാലും നമുക്ക് നേരിട്ടുണ്ട്. ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഗവൺമെന്റ് പറഞ്ഞതാണ്, കാലപ്പഴക്കം നോക്കത്തില്ല, നിങ്ങൾക്ക് പുതിയ ഒരു വീട് വയ്ക്കാനുള്ള പൈസ ഞങ്ങൾ തരും എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കി. അതിനകത്താണ് ഇപ്പം പൈസ കൂട്ടി വെച്ചിരുന്നത്. ഈ ചടയമംഗലം, ഇട്ടിവ, നിലമേൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ മുഴുവൻ വീടിനെയും കെട്ടിടത്തിന്റെയും വില ഗവൺമെന്റ് ഇട്ട് കഴിഞ്ഞു. ഇട്ട് വെച്ചേക്ക ഇത് ഇനി പുതിയ മാറ്റിയിടാനാണ് പോകുന്നത്. ഇനി മാറ്റിയിടുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യുമെന്നുള്ള തോന്നല് ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്നത് അതെല്ലാം തെറ്റാണ്. അതുകൊണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ നിന്നാൽ നമ്മൾ വെള്ളത്തിലാവും. നമ്മൾ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതം.